On the countdown for 3, 2, 1, go. പാല് മേടിക്കാനാ പോയെ. അത് ഞാൻ വന്നപ്പോ പട്ടി എടുത്തോളൂ. ഇപ്പം പട്ടി ഓടിച്ച്. ഫ്ലവേഴ്സ് ടിവിയുടെ ഉപ്പും മുളകും എന്ന സീരിയലിലെ അൽ സാബിത്തിനാണ് ഞങ്ങൾ ഇവിടെ ഇതാ ഈ ഒരു അവാർഡ് നൽകുന്നത്. മികച്ച ഹാസ്യ നടനായി മാറിയിരിക്കുന്നു അൽ സാബിത്താണ് ഞങ്ങളുടെ ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും എന്ന സീരിയലിലെ അൽ സാബിത്ത് പ്ലീസ്. ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രശംസാപത്രം സമ്മാനിക്കുന്നു മിസ്റ്റർ ശ്രുതി വിജയൻ, ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഹെഡ് മിസ്റ്റർ വൈശാഖ്യം, ബ്രാൻഡ് മാനേജർ ഫോർ ദി ക്യൂട്ടസ് ഇന്റർനാഷണൽ, ഞങ്ങളുടെ കേരള വിഷൻ ഉപഹാരം സമർപ്പിക്കാൻ വേണ്ടി ജ്യോതികുമാർ VSCOA സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ കൂടി ഒരു വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. അമൃതവേണി ഞങ്ങളുടെ കേരള വിഷന്റെ ടെലിവിഷൻ അവാർഡ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻസിബയാണ് ഞങ്ങളുടെ മെമന്റോയും ടാപ്പി നൽകുന്ന ഗിഫ്റ്റും നിങ്ങൾ ഇവിടെ ഇതാ നൽകുന്നത്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് യുവ കലാകാരനെ നമുക്ക് അംഗീകരിക്കാം. പ്രശംസാപത്രമാണ് നൽകാൻ ഒരുങ്ങുന്നത്. പ്രശംസാപത്രം നൽകുന്നതിലായിട്ട് മിസസ് ശ്രുതി വിജയൻ, മാർക്കറ്റിംഗ് ഹെഡ്, ആൻഡ് മിസസ് വൈശാഖ്, ദ ബ്രാൻഡ് മാനേജർ ഫോർ ദ ക്യൂട്ടസ് ഇന്റർനാഷണൽ, ഇരുവരും ചേർന്നാണ് നൽകുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ക്ലയൻസിൽ ഒന്നാണ് ക്യൂട്ടസ് ഇന്റർനാഷണൽ. സോ കേരള വിഷന് വേണ്ടി ഉപഹാരം സമർപ്പിക്കുന്നത് മിസ്റ്റർ ജ്യോതികുമാർ ആണ്. അദ്ദേഹമാണ് ഉപഹാരം സമർപ്പിക്കുന്നത്. സോ അൽ സാബിത്താണ് ഹാസ്യ താരം. ഒരുപാട് നമുക്കറിയാം അൽ സാബിത്തിനെ പറ്റി. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കഠിനാധ്വാനം കൊണ്ട് സ്വന്തം പ്രയത്നത്തിലൂടെ വീടും കാറുമൊക്കെ സ്വയമായി നേടിയ ഒരു കലാകാരൻ കൂടിയാണ് അൽ സാബിത്ത്. വീണ്ടും അവാർഡ്സ് ഇങ്ങനെ ഏറ്റുവാങ്ങി മുന്നേറുമ്പോൾ എന്ത് തോന്നുന്നു മോനെ? ഒരുപാട് സന്തോഷമുണ്ട്. തന്നെ എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഒപ്പം ഒരുപാട് അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എനിക്ക് കിട്ടിയത് മൊത്തം ഇതുവരെ എനിക്ക് കിട്ടിയത് മൊത്തം ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ്സ് ആയിരുന്നു. എനിക്കിപ്പം 18 വയസ്സ് താണ്ടി ഈ കഴിഞ്ഞ മെയിൽ അങ്ങോട്ടായി ഞാൻ പുരുഷുമായി. അപ്പോൾ അങ്ങനെ 18 വയസ്സിന് ശേഷം എനിക്ക് കിട്ടുന്ന ആദ്യത്തെ അവാർഡ് നമ്മുടെ കേരള വിഷന്റെ ടെലിവിഷൻ അവാർഡ് തന്നെയാണ്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിലുള്ള നന്ദി സ്നേഹവും ഞാൻ കേരള വിഷനോടും എല്ലാവരോടും ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. ഒപ്പം എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ എല്ലാ പ്രേക്ഷകരോടും എൻ്റെ നന്ദി സ്നേഹവും, എന്നെ കുടുംബാംഗമായി ഇത്രയും കൊല്ലമായിട്ട് എന്നെ കുടുംബാംഗമായി കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ സ്വന്തം ഫ്ലവേഴ്സ് ചാനൽ, നമ്മുടെ ഉപ്പുമുളകിൽ എനിക്കിങ്ങനൊരു ചാൻസ് എന്ന് എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഫ്ലവേഴ്സ് ചാനലിലും, ഒപ്പം ഉപ്പുമുളകിനും അതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും, ഒപ്പം എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും, പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും കാലവും എൻ്റെ കൂടെ കട്ടക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി സ്നേഹവും ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ നൽകുകയാണ്. താങ്ക് യു ഓൾ. തീർച്ചയായിട്ടും അൽ സാബിത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ, എത്ര വയസ്സിലാണ് മോനെ തുടങ്ങുന്നത്? ഇപ്പൊ ഒരു 10 years ആയി ഉപ്പുമുളകം തുടങ്ങിയിട്ട്. എനിക്ക് 8 വയസ്സുള്ളപ്പോ ഇപ്പൊ 18 വയസ്സായി. 8 വയസ്സ് കറക്റ്റ് 10 വർഷമായി യാത്ര. ഒരു ചെറിയ നമുക്കൊന്ന് മൂഡ് വൈബ് പിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു അടിപൊളി പാട്ടിന്റെ ഒരു 2 വരി പെട്ടെന്ന് നമുക്ക് ഈ ഒരു വൈബ് ചേഞ്ച് ഓവർ ചെയ്യാനായിട്ട്. ഞാനോ? യെസ്, എനിത്തിങ്. പൊതുവെ പറ്റുന്ന സ്ഥലം ഞാൻ ഒരു പാട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ച് നടക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ആ പാട്ട് പാടിക്കാൻ നാട്ടുകാർ വീട്ടിൽ കയറി ഇടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പാടിക്കോടാ. എന്നാലും അത് തന്നെ പാടാം. ഓക്കെ. അതെ, ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം. എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞോടെന്ന് ഇവിടെ ഇരിക്കുന്ന 3/4 ആൾക്കാർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് കൂടെ കൈയടിച്ചേക്കണേ. ഓക്കെ, സൂപ്പർ. ഒരു കൈയടി കൊടുത്തേ അൽ സാബിത്തിന്. യെസ്. വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണേ, കുഞ്ഞീളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞേ ആറ്റക്കിളി കൂകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ, കാലിമെയ്യുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ പറിച്ചു നടക്കാം, കാറ്റിൻ പാദസ്വരങ്ങൾ കീലുക്കാം, കാറ്റിൻ മഞ്ചാടിക്കുന്നിലേറാം, വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണേ,
കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. താങ്ക് യു. അപ്പോ വീടായി, കാറായി, ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് അൽസാബിത്തെ? ഫ്യൂച്ചർ പ്ലാൻസ് കല്യാണം എന്നൊന്നും നീ പറയരുത്. അത് കല്യാണം എന്നൊന്നും പറയരുത്. 18ആയി, വീടും കാറും ഒക്കെ, ഇനി കല്യാണം എന്ന് ഒരിക്കലും പറയരുത്. എന്താ അങ്ങനെ ഒരു ടോക്ക്? അവിടെ ഇരിക്കുന്നുണ്ടാ എന്റെ സാക്ഷാൽ അമ്മ. അമ്മയെ നോക്കണം, അത് തന്നെ നമ്മുടെ മെയിൻ ഫ്യൂച്ചർ പ്ലാൻ. നമുക്ക് രക്ഷപ്പെട്ട് ഫിലിംസ്, എല്ലാവരുടെയും ഫ്യൂച്ചർ പ്ലാൻ ഉള്ള പോലെ തന്നെ ഫിലിംസ് ചെയ്യുക. ഞങ്ങളുടെ ഉപ്പുമുളകും നമ്മുടെ സന്തോഷ് സാർ ഇരിപ്പുണ്ട്. സാറേ നമുക്കൊരു 10 കൊല്ലം കൂടെ കൊണ്ടുപോണ്ടേ? 20 കൊല്ലം. ഓക്കെ, 20 കൊല്ലം കൂടെ സാറ് തന്നെ സാറിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഉപ്പുമുളകിനെയും എന്നെയും ഇത്രയും കൊല്ലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു. പ്രത്യേകിച്ച് എന്റെ അമ്മയ്ക്ക്. എന്റെ അമ്മയെ സ്റ്റേജിലൂടെ എടുത്തുകയാണെങ്കിൽ അമ്മയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് 2 വാക്ക്. എവിടെ എന്റെ ഡയറക്ടർ സാറാണ് അതിന്റെ കോൾ തരേണ്ടത്. ഡയറക്ടർ സാർ, ഓക്കെ, അമ്മേനെ കൂടെ ഞങ്ങൾ പെട്ടെന്നൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് പെട്ടെന്നാക്കുന്നത്, വേറെ ഒന്നുമല്ല. സോ അമ്മ എന്തിയേ? അമ്മയാണ് അവിടെ വഴി അറിയാതെ നടുക്കിക്കണത്. അമ്മയ്ക്കൊരു കയ്യടി എടുത്ത് വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്തേ. അൽസാബത്തിന്റെ അമ്മയാണ്. സോ ഇനി അടുത്തത് സിനിമയാണ്, പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. കുടുംബം നോക്കുന്നത് മൊത്തം അൽസാബത്താണ്, മകനാണെന്ന് നമുക്കറിയാം. ഒരു പ്രൗഡ് അമ്മയാണ്. സോ അവാർഡ് വാങ്ങിയ സമയത്ത് എന്താണ് പറയാനുള്ളത്? മകനെ നോക്കി എന്താ പറയാനുള്ളത് ഈ ഒരു മൊമെന്റില്? ഒരുപാട് സന്തോഷം എന്നെനിക്ക് പറയാനുള്ള വാക്കുകളില്ല. കാരണം 18 വയസ്സിന് ശേഷം അവനിപ്പോ ഇറങ്ങിയപ്പോഴും പറഞ്ഞിരുന്നു, ഞാന് പ്രായപൂർത്തിയായതിനു ശേഷം കിട്ടുന്ന ആദ്യത്തെ അവാർഡാണ്. അതുമാത്രമല്ല, ജനങ്ങൾ വോട്ട് ചെയ്ത് അവന് നൽകിയ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എന്നും എന്റെ മകനോടൊപ്പം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ അമ്മയ്ക്കും മകനും വലിയൊരു കൈയടി നൽകിക്കൊണ്ട് അൻസിബ ആൻഡ് ടു ഓൾ ദ ഡിഗ്നിറ്ററീസ് ഔട്ട് ഹിയർ ഇൻ ദ ഡയസ്. താങ്ക് യു സോ മച്ച് ശ്രുതി ആൻഡ് താങ്ക് യു. ക്യൂട്ടീസിന് വേണ്ടി 2 പേരും എത്തി. താങ്ക് യു സോ മച്ച്. യെസ്, അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025 ആണ് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഞങ്ങൾ 2 ഹാസ്യ